share my screen. Okay, so നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ ചെയ്തേ? Anyone remembers? What did we learn? എന്താണ് നമ്മൾ പഠിച്ചേ? We read till learn till page 32 അല്ലേ? Page 32 വരെയാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ പഠിച്ചത് parts of a flower അല്ലേ? പൂവിന്റെ ഓരോ പാർട്ടിനെയാണ് നമ്മൾ പഠിച്ചത്. So what was all of it? Someone recollect? ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? നമ്മൾ ആദ്യം പഠിച്ചത് പെഡിസിലിനെ കുറിച്ചാണ്. പെഡിസിൽ എന്ന് പറയുന്നത് ഇറ്റ് connects the flower with the plant. See this? ഈ ഒരു തണ്ട്, ആ തണ്ടിന്റെ ഭാഗമാണ് pedicel. Remember, you have to listen to the way you read. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റീഡ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ റീഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? Every alphabet has got a സൗണ്ട് ഇല്ലേ? ആ സൗണ്ട് അനുസരിച്ച് വേണം നിങ്ങൾ പറക്കി എഴുതാൻ. നിങ്ങൾക്ക് ഇപ്പം ഈ പ്രാവശ്യം ഡിക്റ്റേഷൻ ഇല്ല, ബിക്കോസ് യു ആർ ബിഗ് ചിൽഡ്രൻ ആൻഡ് യു നോ ഹൗ ടു റൈറ്റ് ദ വേർഡ്സ്. കറക്റ്റ്? സോ പെ, പി ഇ, പെ, ഈ ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ ഉണ്ടാക്കുന്നത്. എലിഫന്റ്. ഇ ഫോർ എലിഫന്റ്, റൈറ്റ്? സോ ഇ, പി ഇ, പെ, ഡി ഐ ഡി, സെൽ, CEL. So pedicel. Pedicel എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതുപോലെ തന്നെ എഴുതണം. Okay? Next, so pedicel connects the flower to with the plant. Next you have thalamus. THA, tha, la, LA, mus, MUS, mus. Thalamus. Thalamus. Okay? So you have to remember these spellings. Spellings ഭയങ്കര important ആണ്. All right? So remember these spellings and remember their functions. Now thalamus എന്താണ് ചെയ്യുന്നത്? It holds the different parts of the flower. എല്ലാ ഭാഗത്തെയും ഒരുപോലെ ഇങ്ങനെ അത് ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നതാണ്. See, without the thalamus everything would be in disorder അല്ലേ? എല്ലാം ഒന്നും ഹോൾഡ് ചെയ്തിരിക്കത്തില്ല. Everything would be scattered, right? So you see, it holds the different parts of the flower. That is thalamus. Next, calyx. You see this leafy structure? ഈ കാലിക്സ് എന്താണ് ചെയ്യുന്നത്? ഇത് ബഡ് ആയിരിക്കുമ്പോ, റൈറ്റ്? ഒരു കുഞ്ഞൊരു ഫ്ലവർ ആയിട്ട് ബ്ലൂം ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ് ഇസ് എ ബഡ് ഇല്ലേ? നിങ്ങൾ എല്ലാവരും ബഡ് കണ്ടിട്ടില്ലേ? സോ ആ ബഡ് ആയിട്ട് ഇരിക്കുമ്പോ എന്താണ് ഇത് ചെയ്യുന്നത്? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങളെ മമ്മിയൊക്കെ കുഞ്ഞു പൊടി പരുവത്തിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞല്ലേ കൊണ്ടുപോകുന്നേ, റൈറ്റ്? ഒരു കുഞ്ഞൊരു തുണിക്കകത്തൊക്കെ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞല്ലേ കൊണ്ടുപോകുന്നേ, റൈറ്റ്? അതൊരു ബാഗിനകത്ത് അങ്ങ് കൊണ്ടുപോവാന്നോ? അല്ല, നല്ല പ്രൊട്ടക്ട് ചെയ്ത് നല്ല സൂക്ഷ്മതയോടെയാണ് അത് കൊണ്ടുപോകുന്നത്, നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുപോലെ ജസ്റ്റ് എ സെക്കൻഡ്, അതുപോലെ തന്നെ യു ക്യാൻ സി ഈ കാലിക്സ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഇസ് എ ബഡ്. ഒരു ബഡ് ആയിട്ടിരിക്കുമ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇരിക്കുന്നതാണ്. ആൻഡ് ഈ പെറ്റൽസ് എല്ലാം ഇങ്ങനെ ബ്ലൂം ആയിട്ടിരിക്കുമ്പോൾ ഇതെല്ലാം തറ വീഴുവോ? ഇല്ല, ബിക്കോസ് ദർ ഇസ് കാലിക്സ്. ഈ കാലിക്സ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. അന്നേരം ഇത് വിരിയുമ്പോൾ പതുക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഈ പെറ്റൽസ് എല്ലാം ഹോൾഡ് ചെയ്യും. ഒരുപോലെ holds the petals after it blooms. It bloom ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ പെറ്റൽസിനെ എല്ലാം ഒരുമിച്ച് അങ്ങ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. And then we saw the corolla, right? കൊറോള എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് അതിന്റെ ഒരു ഭംഗി, അതിന്റെ ബ്യൂട്ടി എല്ലാം കാണിക്കുന്നതാണ് കൊറോള. ഇറ്റ് പ്രൊവൈഡ്സ് കളർ, fragrance and attractiveness to the flower. കളർ, അതിന് ആവശ്യമുള്ള കളർ കൊടുക്കുന്നു. ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണം, റൈറ്റ്? അതിന്റെ നല്ല പൂവൊക്കെ നമ്മൾ ഇങ്ങനെ സ്മെൽ ചെയ്യത്തില്ല, സ്മെൽ ചെയ്യുന്നതിന് പറയുന്നതാണ് ഫ്രേഗ്രൻസ്. See that? FRA, GRANCE, grens, fragrance, right? And attractiveness, അതിന് കാണാനുള്ള ഒരു ഭംഗി കൊടുക്കുന്ന എന്താണ്? Corolla. Remember, so these are very, very important. You have to remember pedicel,
thalamus, calyx and corolla. ഇനിയാണ് സംഭവത്തിലോട്ട് നമ്മൾ പോവാൻ പോകുന്നത്. What do we learn? We learned about andrecium. അല്ലേ? Andrecium എന്താണ്? Andrecium എന്ന് പറയുന്നത് male reproductive part of the flower. Yes, ഈ ഫ്ലവറിന്റെ male reproductive part ആണ്. അത് എന്താണ് അതിന്റെ ഭാഗം? What is it divided into? You have anther. You see these yellow things? Remember teacher showed you a video? Teacher showed you a video. So അതില് ഈ yellow things ആണ്, yellow പോലത്തെ strands ആണ് anther, right? I'll show you a picture of it a bit more clearer. And you see this white thing which holds it. ഈ anthers നെ എല്ലാം ഒരുമിച്ച് അങ്ങ് hold ചെയ്യുന്നതാണ് ഈ filament, right? So you see this white thing is the filament, and the yellow thing that you see over here, the strands outside, it's called the anther. Kando? Anther, filament. Remember, okay, this is very very important. Ningal idu orthirikkendiya sambhavana. This is the male reproductive part of the flower. Okay, what is it? Endana idu? Male reproductive part of the flower. And idinte bhagam endana? What are the different parts of the male reproductive part? Anther and filament. Anther and filament. ശ്രാവണിക്കുട്ടി ടീച്ചറിനോടാണോ സംസാരിക്കുന്നേ അതോ അവിടെ സംസാരിക്കുകയാണോ? ആൻസർ ഇവിടാന്ന് പറയുന്നേ അവിടാന്ന് പറയുന്നേ? You know I can see you, right? Yeah. So all right, so when you are studying in class you have to be very careful, because നിങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിരിക്കേണ്ട സംഭവങ്ങളാണ് ഇതെല്ലാം. ഒന്ന് കണ്ണ് വെട്ടിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. That's why teacher is doing a recap. Okay, എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ, because നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് പതിയാൻ വേണ്ടി. അതിന്റെ ഇടയ്ക്ക് സൈഡ് ബിസിനസ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധ മാറുമ്പോഴത്തേക്ക് ടീച്ചർ പറയുന്ന എവിടാ എങ്ങോട്ടാ പോയി എന്തുവാന്നൊന്നും അറിയത്തില്ല. So we were discussing about the different parts of the flower. Flower ne kurichana nammal parayunnathu. We discussed the different parts till when we reach the male reproductive part of the flower, that is the andrecium. Andrecium il rendu part undu, anther undu, filament undu. And then moving on further, adu koodade nammal male koodade vera endana ulle or reproductive part? We have female reproductive part. Female ഉണ്ടെങ്കിൽ പിന്നെ ഫീമെയിലും കൂടെ വേണ്ടേ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഗൈനീഷ്യം ആണ്. ഈ ഗൈനീഷ്യമിന്റെ പാർട്സ് എന്തൊക്കെയാണ്? അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? You see the top part, this is the stigma, right? And then you see this tube like structure, that is called the style. Yes, you see this is called the ovary. And then you see what's inside the ovary, that is called the ovule. Okay, ovule na agathu, can you see this picture? This is called the egg. Okay, so the egg is found inside the ovule. Nammal egg evadana കാണുന്നേ? Ovule അകത്താണ് കാണുന്നേ. Ovule എവിടാണ് നമ്മൾ കാണുന്നേ? Ovary ക്ക് അകത്താണ് കാണുന്നേ. ശ്രദ്ധിച്ചിരിക്കണം. Do not move your concentration. Okay, this is very very important. ഇത് മനസ്സിലായാലേ നിങ്ങൾക്ക് അടുത്ത ടീച്ചർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. So we learned male part എന്താണ്? Male reproductive part ആണ് andrecium. Female reproductive part gynecium. Okay, and andrecium ന്റെ parts ഏതൊക്കെയാണ്? You have anther and you have filament. ഈ female reproductive part എന്തൊക്കെയാണ്? Stigma, style, ovary, ovule. Okay, അന്നേരം അത്രയും നിങ്ങൾക്ക് മനസ്സിലായി. All right, so now we are going to move forward. Okay, so we learnt functions of the flower completed. നിങ്ങൾ എല്ലാവരും ഈ പടം ഒക്കെ വരച്ചായിരുന്നല്ലോ അല്ലേ? ടീച്ചർ വരയ്ക്കാത്തവര് please do it fast. Okay, ടീച്ചർ ഒരു I think I've sent you the picture. Just a second. I've sent you this picture, right? If you can do your best. It doesn't have to look perfect. കേട്ടോ, അതുപോലെ തന്നെ ഇരിക്കണമെന്നില്ല. പക്ഷെ ഒരു ഊഹം കിട്ടണം നിങ്ങൾക്ക്. ഈ പെഡിസിൽ എന്തുവാന്ന് മനസ്സിലാവണം, തലാമസ് എന്താന്ന് മനസ്സിലാവണം, കാലിക്സ് എന്താണ് മനസ്സിലാവണം, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ് മനസ്സിലാവണം, അതുപോലെ കൊറോള എന്താണ് മനസ്സിലാവണം, ആൻഡ്
ആൻഡ്രീഷ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദാറ്റ് ഇസ് വൈ ഐ ടോൾഡ് യു ടു ഡ്രോ ഇറ്റ്. ഡോണ്ട് വറി ഇഫ് ഇറ്റ് ഡസന്റ് ലുക്ക് ദ സെയിം. ഓക്കെ, ഇത് അതുപോലെ ഇരുന്നില്ലെങ്കിലും പ്രയാസമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നിങ്ങൾ വരയ്ക്കാൻ. ബട്ട് ഡു യുവർ ബെസ്റ്റ് ആൻഡ് ട്രൈ. കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താലേ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റൂ. അത് കാണാൻ കൊള്ളത്തില്ലെങ്കിലും ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ടീച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആസ് യു ഡ്രോ ആൻഡ് ആസ് യു ഡെവലപ്പ് യുവർ സ്കിൽസ് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. ഓക്കെ, സോ നല്ലപോലെ നമ്മൾ വരയ്ക്കാതിരുന്നാൽ ഒന്നും അത് ബെറ്റർ ആവത്തില്ല. നമ്മൾ വരച്ച് വരച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇറ്റ് ബിക്കംസ് ബെറ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ഫർദർ ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ വി റെഡ് ടു പേജ് 32 അല്ലേ? പേജ് 32 വരെയാണ് നിങ്ങൾ സെക്ഷൻസ് ഒക്കെ എഴുതാൻ ടീച്ചർ പറഞ്ഞായിരുന്നു. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഫ്ലവർ ടീച്ചർ ഇപ്പം എടുത്തായിരുന്നു. So just like that, you just have to label each part. Now, you see the next questions you see over there. Where do fruits and seeds develop on a plant? എവിടാണ് ഈ fruit and seed develop ചെയ്യുന്നത്? See that? The next page, where do fruits and seeds develop on a plant? നമ്മൾ എന്താണ് കാണുന്നത്? Excuse me. All right. So where do fruits and seeds develop on a plant? എവിടാണ് ഈ ഫ്രൂട്ട്സും സീഡ്സും ഒരു പ്ലാന്റിൽ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ കാണുന്നത്, we can see that the fruits are formed from the flowers, right? And the seeds are seen inside the fruits. ഈ flowers എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ flowers എന്താണ് സംഭവിക്കുന്നത്? ഈ flowers ആണ് ലാസ്റ്റിൽ ഒരു ഫ്രൂട്ട് ആയിട്ട് അങ്ങ് ഫോം ചെയ്യുന്നത്, റൈറ്റ്? സോ അത് കഴിഞ്ഞിട്ട് ആ ഫ്രൂട്ടിനകത്ത് നമ്മൾ എന്താണ് കാണുന്നത്? അതിന്റെ സീഡ്സിനെ നമ്മൾ എവിടാണ് കാണുന്നത്? ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. ഓക്കെ, സോ വേർ ഡു ദ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഡെവലപ്പ് ഓൺ ദ പ്ലാന്റ്? The fruits are formed from the flowers. ഈ ഫ്ലവേഴ്സ് വിരിഞ്ഞ് ആ ഫ്ലവേഴ്സിൽ നിന്നാണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ആ സീഡ്സ് എവിടാണ് കാണുന്നത്? ആ ഫ്രൂട്ട്സിന് അകത്താണ്. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് ടീച്ചർ ഇപ്പം പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. അത് ഈ ഫ്ലവേഴ്സിൽ നിന്നാണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ഓക്കെ. Okay, so where do fruits and seeds develop on a plant? Fruits are developed from flowers. Flowers-il ninnana fruits develop ചെയ്യുന്നത്. സീഡ്സ് എവിടാണ് നമ്മൾ കാണുന്നത്? സീഡ്സ് നമ്മൾ ഫ്രൂട്ട്സിന്റെ അകത്താണ് കാണുന്നത്. അതല്ലേ നിങ്ങൾ കപ്പയ്ക്കൊക്കെ കണ്ടിട്ടില്ലയോ? എവിടാണ് സീഡ്സ് ഉള്ളേ? അതിന്റെ അകത്ത് അല്ലേ? മാങ്ങയെ കണ്ടിട്ടില്ലേ? അതിന്റെ സീഡ് എവിടാണുള്ളേ? ഫ്രൂട്ടിന്റെ അകത്ത്, റൈറ്റ്? സോ ദാറ്റ് ഇസ് വാട്ട്. അത് ആ ഫ്ലവർ എന്ന് പറയുന്ന സംഭവമാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നതും. ആ സീഡ് എവിടാണ് നമ്മൾ കാണുന്നത്? ആ ഫ്രൂട്ടിനകത്താണ് നമ്മൾ ആ സീഡിനെ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ സീഡ് ഫോർ എ പ്ലാന്റ്? എന്താണ് ഈ സീഡ് ഉണ്ടാവുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? Okay, these seedlings are produced by the germination of seeds inside the fruits. The seed is protected and can survive unfavorable conditions for a period of time before growing. Okay, so I think adinu mumbu teacher fertilization enganana ee fruit undavunne ennu teacher onnu kaanikam. Okay, so I think that would be easier for you to understand. Endana adinte process. Alright, so നമ്മൾ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പോകാൻ പോകുന്നത്. You can see how does the process of reproduction occur in a flower. So നമ്മൾ ഇത് കാണുന്നുണ്ടല്ലോ, ഇതാണ് ഒരു ആന്തർ. Remember teacher taught you male reproductive part of the flower. ഇതാണ് ആന്തർ. ആന്തറിന്റെ മണ്ടയ്ക്ക് ഒരു മഞ്ഞ കളർ കണ്ടായിരുന്നല്ലോ, റൈറ്റ്? ഈ മഞ്ഞ കളറാണ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസിനകത്താണ് മെയിൽ സെൽ ഉള്ളത്. Okay, male in the gamete, the cell ulladu. So can I show you a video? I think that is more easier for you to understand. Okay, teacher ini oru video ittu tharan povugayana. Ningala adu kandu venam ningal manasilakan. So you see ee side il ella ningalku flower കാണാൻ പറ്റും, right? കാണുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാരും? Yes, yes, yes. All right, so you can see that there is flowers over here. Now ee flowers ne kurichu nammal endana nammal parts of the flower nammal padichu. Adil male reproductive part andrecium and female reproductive part gynoecium nammal padichu. Ini nammal ee male reproductive part and female reproductive part enganana fertilize ചെയ്ത് ഒരു fruit ഉണ്ടാവുന്നതെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്.
Okay. Okay, so this is the flower. Can you see? ഇതിനെ കണ്ടോ? ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലവർ പാർട്ടും ഇതിനകത്തുണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും. So you see, ഇതാണ് സ്റ്റേമൻ. ദാറ്റ് മീൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ്. അതിന്റെ ആൻഡ്രീഷ്യമിന്റെ വേറൊരു പേരാണ് സ്റ്റേമൻ. ഓക്കെ, നിങ്ങൾ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മതി. സ്റ്റേമൻ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ്. ആൻഡ്രീഷ്യമിന്റെ വേറൊരു പേരാണ് സ്റ്റേമൻ. ഓക്കെ, നൗ ആൻഡ്രീഷ്യമിൽ നമ്മൾ കണ്ടു. ഇത് കണ്ടോ? ഇതാണ്, എന്താണിത്? വാട്ട് ഇസ് ദിസ്? Anther. Very good. What is this? Filament. Filament. Very good, very good. So അടുത്തത് നമ്മൾ ഗൈനീഷ്യമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവര് ഗൈനീഷ്യമിനെ വിളിക്കുന്ന പേരാണ് കാർപ്പെൽ. ഓക്കെ, ഇത് വേറൊരു പേര്. നിങ്ങൾ ഗൈനീഷ്യം എന്ന് പഠിച്ചാൽ മതി. ഇത് വേറൊരു രീതിയിൽ പേര് വിളിക്കുകയാണ്. ദിസ് ഇസ് ദ ഗൈനീഷ്യം. ദിസ് ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, സോ നമ്മൾ പാർട്ട് ഓഫ് ദ പ്ലാന്റില് നിങ്ങൾ ആ പാർട്സ് ഒന്ന് പറഞ്ഞേ. എന്താണ്? വാട്ട് ഇസ് ദിസ്? Stigma. Stigma. What is this? Style. Style. Very good. What is this? Ovary. Ovary. Ovary ക്ക് അകത്ത് എന്താണുള്ളത്? Ovule. Ovule. Very good. Good job. So അത്രയും വരെ നിങ്ങൾ തറവായിട്ട് പഠിച്ചിരിക്കണം. Okay, now ഇനിയും ടീച്ചർ കാണിക്കാൻ പോകുന്നത്, see you see this, see ചില ഫ്ലവേഴ്സിനാണെങ്കിൽ ഈ രണ്ടും, ഈ മെയിലും കാണും. ഓക്കെ, ചില ഫ്ലവേഴ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവും കാണും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും കൂടെ കാണും. നമ്മൾ കണ്ട ആ ഫ്ലവറിനാണെങ്കിൽ രണ്ടും ഉണ്ടായിരുന്നു ഇല്ലേ? ഇത് കണ്ടോ? സി, ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടായിരുന്നു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമുള്ള ഫ്ലവേഴ്സിന് പറയുന്നതാണ് ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ്. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ്. ചില ഫ്ലവേഴ്സിനാണെങ്കിൽ ഈ മെയിൽ പാർട്ട് മാത്രമേ കാണത്തുള്ളൂ. ഈ മെയിൽ പാർട്ട് കണ്ടോ? ഇതെന്താണ്? വാട്ട് ഇസ് ദിസ്? ഈ മഞ്ഞ കളർ എന്താണ്? Anther. ആന്തർ. ഈ വള്ളി പോലത്തെ സ്ട്രോ പോലെ ഇരിക്കുന്ന സാധനത്തിന്റെ പേരെന്താണ്? ഫിലമെന്റ്. സോ ചില ഫ്ലവേഴ്സിനാണെങ്കിൽ ഈ ആൻഡ്രീഷ്യം മാത്രമേ കാണത്തുള്ളൂ. അന്നേരം അവരെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഒരു ഊഹം പറയാവോ? ഒരു ക്ലൂ പറയാവോ? നോ, കെൻ യു ഗിവ് മീ ആൻ ആൻസർ? ഒരു ജസ്റ്റ് സാമ്പിൾ പറഞ്ഞോ. ഈ മെയിൽ പാർട്ട് മാത്രം, ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്നത് എന്താണ്? Think about it. മെയിൽ പാർട്ട്, ഈ ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സിന്റെ പേരെന്താണ്? ഓ, ഒരു ആൻസറും ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് പറ. കോമൺ സെൻസ് ഉപയോഗിക്കേ. ഈ മെയിൽ പാർട്ടുള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്ന എന്താണ്? വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? മെയിൽ പാർട്ട് മാത്രം ഉള്ളത്. നമ്മൾ രണ്ടും കണ്ടു, ഫീമെയിൽ പാർട്ടും ഉണ്ട്, മെയിൽ പാർട്ടും ഉണ്ട്. ഈ രണ്ടിനെ വിളിക്കുന്നതാണ് ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ്. അന്നേരം മെയിൽ പാർട്ട് മാത്രമുള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്ന എന്താണ്? സെക്ഷുവൽ അല്ല. ലുക്ക് അറ്റ് മൈ സ്ക്രീൻ. Male flowers. അമ്പടി മിടുക്കി, കണ്ടുപിടിച്ചല്ലോ. ബാക്കിയെല്ലാരും ഉറങ്ങുവാന്നോ? You have to look at my screen, Moni. I'm showing you the answer. See that? Male flowers. That means flowers which only have, if ഈ ഫ്ലവേഴ്സിനാണെങ്കിൽ ഈ മെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫ്ലവേഴ്സ്, ഏതൊക്കെ ഫ്ലവേഴ്സിന് ഈ മെയിൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് മെയിൽ ഫ്ലവേഴ്സ്. കേട്ടോ? മനസ്സിലായോ? കത്തിയല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? എബിനോ, put your cam. ഓക്കെ, സോ മെയിൽ പാർട്ട് മാത്രം ഉള്ളതാണ് മെയിൽ ഫ്ലവേഴ്സ്. കേട്ടോ? അന്നേരം ഫീമെയിൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിലോ? ഫീമെയിൽ ഫ്ലവേഴ്സ്. ഓക്കെ, എനിക്ക് ഭയങ്കര സ്മാർട്ട് ആണല്ലോ. അന്നേരം നിങ്ങളൊന്നും ഉറങ്ങുന്നില്ല അല്ലയോ? കേൾക്കുന്നുണ്ട്.
സോ മെയിൽ പാർട്ട് മാത്രമുള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്നതാണ് മെയിൽ ഫ്ലവേഴ്സ്. ഫീമെയിൽ പാർട്ട് മാത്രമുള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്നതാണ് Female flowers. female flowers. That means flowers that have only androecium are called male flowers. എബിൻ എവിടായി പോകുന്ന ഇടയ്ക്കൊന്ന് ക്യാം ഇടും, പിന്നെ അങ്ങ് പോകും, പിന്നെയും മുങ്ങും, പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കും മോനെ. അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സ് എന്താണ്? ഈ ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി ഗൈനീഷ്യം മാത്രം ഉള്ളതിന് പറയുന്നതാണ് ഫീമെയിൽ ഫ്ലവേഴ്സ്. കറക്റ്റ്? ഓൾറൈറ്റ്. ഈ രണ്ടുമുള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്നത് എന്താണ്? bisexual. Yes. Bisexual. വെരി ഗുഡ്. ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് ആണ്. അന്നേരം ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമുള്ള ഫ്ലവർ, ഇപ്പം അവര് പറയുന്നില്ല മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയത്തില്ല, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമുള്ള ഫ്ലവർ ആണെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമുള്ള ഫ്ലവർ. അവര് പറയുന്നില്ല ഏതാണെന്ന് പറയുന്നില്ല. മെയിൽ ഫ്ലവർ ആണോ ഫീമെയിൽ ഫ്ലവർ ആണോ എന്ന് പറയുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ടുള്ള ഫ്ലവറിന് പറയുന്നതാണ് യൂണിസെക്ഷുവൽ ഫ്ലവർ. ഓക്കെ, മനസ്സിലായോ? യെസ്, കത്തിയല്ലോ Yes, അല്ലേ? ma'am. സംശയം വല്ലതും ഉണ്ടോ? നോ, റൈറ്റ്. സോ ടീച്ചർ എന്തോ പറഞ്ഞേ? രണ്ട് പാർട്ട്, ഫീമെയിൽ പാർട്ടും മെയിൽ പാർട്ടുള്ള ഫ്ലവറിനെ വിളിക്കുന്നതാണ് Bisexual flowers. ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ്. അതില് മെയിൽ പാർട്ട് മാത്രമുള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്നതാണ് Male flowers. മെയിൽ ഫ്ലവേഴ്സ്. ഫീമെയിൽ പാർട്ട് മാത്രം ഉള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്നതാണ് Female flowers. ഫീമെയിൽ ഫ്ലവേഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ മെയിൽ ഇല്ലെങ്കിൽ ഫീമെയിൽ, അത് പറയുന്നില്ല എന്തുവാന്ന്. പക്ഷെ ദേ ഹാവ് സെപ്പറേറ്റ് പാർട്സ്. ഫ്ലവേഴ്സിൽ ഇത് മാത്രമുള്ള സെപ്പറേറ്റ് പാർട്ട് ഉള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്നതാണ് Unisexual. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഗുഡ് ജോബ് കേട്ടോ. അന്നേരം നമുക്ക് മെയിൽ ഫ്ലവർ ആണോ ഫീമെയിൽ ഫ്ലവർ ആണോ എന്ന് പറയുന്നില്ല, പക്ഷെ ഒരേ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നതാണ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ നമ്മൾ അങ്ങോട്ട് പോവാൻ പോവുകയാണ്. ടീച്ചർ പറഞ്ഞു എന്താണ്? ദിസ് ഇസ് ആന്തർ, ദിസ് ഇസ് ഫിലമെന്റ്, ദിസ് ഇസ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഇതാണ് ഓവറി, ഇതിനകത്തുണ്ട് ഓവ്യൂൾ. യെസ്, കണ്ടേ, ഇത് മെയിൽ ഫ്ലവർ ആണ്. ഇതിന് മെയിൽ ഫ്ലവറിനെ വിളിക്കുന്നതാണ്. വൈ ഇസ് ഇറ്റ് കോൾഡ് മെയിൽ ഫ്ലവർ? എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി മെയിൽ റീപ്രൊഡക്റ്റീവ്, ഓൺലി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോവാൻ പോവാണ്. സോ യു സി, ഇത് പറഞ്ഞു തരുമോ? അതാണ്ടേ രണ്ടും കൂടെ ഉള്ളതുകൊണ്ട്, അതാണ്ടേ ഇത് വട്ടം കറങ്ങുന്നുണ്ടോ? രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് ബൈസെക്ഷുവൽ. അതാണ് ടീച്ചർ പറഞ്ഞത്. ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഇതിനെ വിളിക്കുന്നതാണ് യൂണിസെക്ഷുവൽ ഫ്ലവർ. കണ്ടോ, ഇത് കണ്ടോ, കോണ് കണ്ടോ, മെയിൽ ഫ്ലവർ. ഇത് മെയിൽ ഫ്ലവർ, ഇത് ഫീമെയിൽ ഫ്ലവർ. കണ്ടോ, മെയിൽ ഫ്ലവർ, ഇത് ഫീമെയിൽ ഫ്ലവർ. See that they are unisexual flowers. Yeah, see that? See, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പിലെ ഫ്ലവേഴ്സ് ആണ്. ടീച്ചർ പറഞ്ഞു മെയിൽ ഫ്ലവർ, മെയിൽ പാർട്ട് മാത്രം ഉള്ളത് എന്താണ്? മെയിൽ ഫ്ലവർ. ഫീമെയിൽ പാർട്ട് മാത്രം ഉള്ളത് ഫീമെയിൽ ഫ്ലവർ. സി, കുക്കുംബറിൽ പോലും രണ്ട് ടൈപ്പിലെ ഫ്ലവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതാണ് മെയിൽ ഫ്ലവറും ഇതാണ് ഫീമെയിൽ ഫ്ലവറും. യെസ്, സോ യു സി, കുക്കുംബറും കോണും ടീച്ചർ പറഞ്ഞു. Okay, now you see, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, I think in the textbook, all right, so you see in the textbook, നിങ്ങൾക്ക് കാണാം, look at this, ഈ പേജ് നമ്പർ 34 ഇൻസൈഡ് ദ ഫ്ലവറിന്റെ ഇൻസൈഡ് നമ്മൾ നോക്കുമ്പോൾ യു സി ഫ്ലവേഴ്സ് ഓഫ് പംകിൻ, കുക്കുംബർ, ഹിബിസ്കസ്, ബിറ്റർ ഗോഡ്, ഇക്സോറ, ക്ലിറ്റോറിയ, ഫ്രാങ്കിപാനി ആൻഡ്
snake guard using a hand lens. നമ്മൾ ഒരു ലെൻസ് ഉപയോഗിച്ച് ഈ ഇപ്പൊ പറഞ്ഞ എല്ലാ ചെടികളും ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ? ഇത് കാണാവോ? സോ യു സി ഈ ചെടികൾക്കെല്ലാം ഇതിന്റെ ഫ്ലവേഴ്സിനെ നോക്കാനാ പറയുന്നത്. ഒരു ഹാൻഡ് ലെൻസ് എടുത്ത് നല്ലപോലെ ഉപയോഗിച്ച് നമ്മൾ നോക്കാനാ പറയുന്നത്. അതിന് ഇതിൽ കാണാവുന്ന ഒലിയാൻഡറിൽ നമുക്ക് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം നമുക്ക് കാണാം. പംകിന് പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ആൻഡ്രീഷ്യം കാണുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് ഗൈനീഷ്യം കാണുന്നത്. അതുപോലെ തന്നെ പാവയ്ക്ക കണ്ടോ? പാവയ്ക്കും രണ്ട് തരത്തിലുള്ള പൂക്കളുണ്ട്. യു ഹാവ് ബിറ്റർ ഗോർഡില് യു ഹാവ് ആൻഡ്രീഷ്യം ആൻഡ് യു ഹാവ് ഗൈനീഷ്യം. കണ്ടോ? ഇത് മേളത്തെ ആൻഡ്രീഷ്യം യു ഹാവ്, ആൻഡ് അതിന്റെ തൊട്ടടുത്ത് യു ക്യാൻ സി there is gynecium, right? And then you see idil nokkike, in this flower you can see this is gynecium is there and andrecium is there, right? So idinathu again in pumpkin you can see there is andrecium, ee bhagamana andrecium, ee bhagamana gynecium, right? So over here you see oleanderlum adupole thanne രണ്ട് ടൈപ്പിലെ രണ്ട് പാർട്ട് you can see. So നമ്മൾ ഇനി ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതാൻ പോവുകയാണ്. എന്താണ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിലും flower have both andrecium and gynecium. Yes, flowers which have both andrecium and gynecium. രണ്ട് മെയിൽ പാർട്ടും ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഒരുമിച്ചുള്ളതിന് പറയുന്നതാണ് ബൈസെക്ഷൽ ഫ്ലവർ. യൂണിസെക്ഷൽ ഫ്ലവർ എന്താണ്? ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും, രണ്ട് പാർട്ടും സെപ്പറേറ്റ് ഫ്ലവറിലായിരിക്കും കാണുന്നത്. ഓരോ ഫ്ലവറിലായിരിക്കും, ഒരു ഫ്ലവറിൽ മെയിൽ പാർട്ട് ആണെങ്കിൽ മറ്റൊരു ഫ്ലവറിൽ ഫീമെയിൽ പാർട്ട് ആയിരിക്കും. റൈറ്റ്? ശ്രാവണി മനസ്സിലായോ? കത്തിയോ? കത്തി അല്ലേ? എല്ലാവരുടെയും മുഖം ഒന്ന് കാണട്ടെ, കത്തിയോ ഇല്ലയോ നോക്കട്ടെ. മെറിൽ, യെസ്, മനസ്സിലായല്ലോ? അൺമ്യൂട്ടേ. ഓക്കെ. പിന്നെ ഓക്കെ, എല്ലാവർക്കും ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു. ഓൾറൈറ്റ്. സോ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലവേഴ്സ് ഹാവിംഗ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. രണ്ട് ബൈസെക്ഷൽ ഫ്ലവർ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. സൺഫ്ലവറിനുണ്ട് രണ്ടും. ദാറ്റ് മീൻസ് ഒരു ഫ്ലവറിൽ തന്നെ അതിനകത്ത് മെയിൽ പാർട്ടും ഉണ്ട് ഫീമെയിൽ പാർട്ടും ഉണ്ട് ഒറ്റ ഒരു ഫ്ലവറിനകത്ത്. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഫ്ലവർ സെപ്പറേറ്റ് ആയിട്ട് വേണം, ഒന്ന് മെയിൽ പാർട്ടിനും ഒന്ന് ഫീമെയിൽ പാർട്ടിനും. ഓക്കെ. സോ അത് ടൈപ്പ്, അതിൽ ഏതൊക്കെ ടൈപ്പിലെ പ്ലാന്റ്സിലാണ് ഇങ്ങനത്തെ ടൈപ്പ് ഫ്ലവേഴ്സ് ഉള്ളത്? നൗ ബൈസെക്ഷൽ, ഒരു ഫ്ലവറിനകത്ത് മെയിൽ പാർട്ടും ഉണ്ട് ഫീമെയിൽ പാർട്ടും ഉണ്ട്. അതെന്തൊക്കെയാണ്? സൺഫ്ലവർ, ഓക്കെ, ഹിബിസ്കസ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതിക്കോ. ടൊമാറ്റോ, ചില്ലി, മാംഗോ, ബ്രിഞ്ചാൾ. ഓക്കെ. സോ ഇതിൽ ഈ ചെടികൾക്കെല്ലാം ഒരു ഫ്ലവറിനകത്ത് തന്നെ മെയിൽ പാർട്ടും ഉണ്ട് ഫീമെയിൽ പാർട്ടും കാണാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രീഷ്യം ഗൈനീഷ്യം സെപ്പറേറ്റ് ഫ്ലവറിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് ടൈപ്പിലെ ഫ്ലവറിലെ ഈ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് പാർട്സ് കാണാൻ പറ്റുന്നത്. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? പപ്പായ, വാട്ടർമെലൺ, ക്യൂക്കംബർ, ബിറ്റർ ഗോഡ്, കോക്കനട്ട് ഫ്ലവർ, സ്നേക്ക് ഗോഡ് ആൻഡ് ടാപ്പിയോക്ക. ഓക്കെ. ടാപ്പിയോക്ക എന്തുവാ? കപ്പ. ഞാൻ വെച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം. വെരി സ്മാർട്ട് കിഡ്സ്. ഓക്കെ. സോ ഓക്കെ. സോ നിങ്ങൾ ഇത് എഴുതിയോ? അന്നേരം മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി ആൻഡ്രീഷ്യം. ഓക്കെ. ആൻഡ്രീഷ്യം മാത്രം ഉള്ളതാണ് മെയിൽ ഫ്ലവേഴ്സ്, ഗൈനീഷ്യം മാത്രം ഉള്ളതാണ് ഫീമെയിൽ ഫ്ലവേഴ്സ്. ഓക്കെ. എഴുതി കഴിഞ്ഞോ? Don't worry if you haven't written. Don't worry if you haven't written. ടീച്ചർ അത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, പ്രയാസപ്പെടണ്ട. റോജിത്ത് കേറിയപ്പോ തൊട്ടേ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. എന്തു പരിപാടി എനിക്ക് അറിയത്തില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? I have no idea. Okay, Rojit, I want you to switch on your cam. All right. So okay. Now എന്താണ് അന്നേരം നമ്മൾ മെയിൽ ഫ്ലവേഴ്സ് ഈ ഒരു ഭാഗമാണ് നിങ്ങളോട് ഫിൽ ചെയ്യാൻ പറഞ്ഞത്.
ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ കുറിച്ചാണ് ഫിൽ ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ അതിന്റെ താഴെ എന്താണ് എഴുതിയേക്കുന്നേ? ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി ആൻഡ്രീഷ്യം ആർ മെയിൽ ഫ്ലവേഴ്സ്, റൈറ്റ്? പേജ് 34 അവസാന ഭാഗം നിങ്ങൾ നോക്കിയാൽ ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി ആൻഡ്രീഷ്യം ആർ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് വിത്ത് ഓൺലി ഗൈനീഷ്യം ആർ ഫീമെയിൽ ഫ്ലവേഴ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ അതിന്റെ എക്സാമ്പിൾ എന്താണ്? അതിന്റെ എക്സാമ്പിൾസ് ഓൾറെഡി നിങ്ങൾ എഴുതി കഴിഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്. പംകിൻ, കുക്കുംബർ, ബിറ്റർ ഗോഡ്, സ്നേക്ക് ഗോഡ്, ആഷ് ഗോഡ്, കോക്കനട്ട് ആൻഡ് അരക്കനട്ട് ട്രീസ്. ഓക്കെ, ഇത് രണ്ടിനും they have both flowers, male flowers and female flowers. Okay, Ma'am, ash code എന്തുവാ? ആഷ് ഗോഡ്, ആഷ് ഗോഡിന്റെ മലയാളം ടീച്ചർ നോക്കട്ടെ. I'll let you know. ടീച്ചർ അതുപോലെ ആരിക്കൺ ട്രീ എന്തുവാ? അരക്കനറ്റും പറഞ്ഞുതരാം. I'll tell you in the next class. Okay, അതിന്റെ മലയാളം ഏതാന്ന് then I have no idea. Let me just find it out. Okay, so by when I get that back to you, അത് അടുത്ത ക്ലാസ്സിലും ഒന്ന് ചോദിക്കണേ. I'll keep that, I'll note it. So next ക്ലാസ്സിലും ഇപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലയോ? റൈറ്റ്? എന്താ പറയുന്നു? ഇനിയും കൂടിയാ ചിലപ്പോ നിങ്ങൾ അങ്ങ് കൺഫ്യൂഷൻ ആയി പോയാലോ. എത്ര വരെ ആയി? നമ്മള് പാർട്സ് ഓഫ് ദ ഫ്ലവർ ടീച്ചർ എടുത്തു. അതിനകത്ത് നമ്മൾ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടാണ് എടുത്തത്. ആ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും രണ്ടും ഒരുമിച്ചിരിക്കുന്നതിന് പറയുന്ന, രണ്ടും ഒരുമിച്ചിരിക്കുന്ന ഫ്ലവറിന് പറയുന്നതാണ് ബൈസെക്ഷൽ ഫ്ലവർ. ബൈസെക്ഷൽ ഫ്ലവർ. എന്നിട്ട് ഫ്ലവേഴ്സ് വിച്ച് ഹാവ് ഓൺലി മെയിൽ പാർട്ടിനെ വിളിക്കുന്ന എന്താണ്? മെയിൽ ഫ്ലവേഴ്സ്. മെയിൽ ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സ് വിച്ച് ഹാവ് ഓൺലി ഫീമെയിൽ പാർട്ട് അതിനെ വിളിക്കുന്ന എന്താണ്? ഫീമെയിൽ ഫ്ലവേഴ്സ്. ഇതില് സെപ്പറേറ്റ് ആയിട്ട് ഈ ഭാഗങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ഫ്ലവേഴ്സ്, സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഫ്ലവേഴ്സിനെ വിളിക്കുന്ന എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും മതി ഇല്ലയോ? ഇനിയും പ്രോസസ് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പ്രോസസ് ഓഫ് ഇതെല്ലാം ഓർത്ത് വെച്ചോണം കേട്ടോ. പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സൃഷ്ടിയാ. ദൈവം എങ്ങനെയാണ് ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒന്നിച്ച് ചേരുമ്പോഴാണ് കുഞ്ഞൊരു പുതിയൊരു സൃഷ്ടി ഉണ്ടാവുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒരുമിച്ച് ചേരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നത് നമ്മൾ പഠിക്കാൻ പോവുക. ഓക്കെ, സോ റിമെമ്പർ ടു റീഡ് ഓൾ ദിസ്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ടീച്ചർ ഒരു പേജ് വിട്ടായിരുന്നു. 34 പേജ് വരെ വായിച്ചോണം. ഓക്കെ, 34 പേജ് വരെ വായിച്ചോണം. ഈ 33 പേജ് ടീച്ചർ hasn't taken because this is the process of reproduction. കേട്ടോ, പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് പേജ് 33. മനസ്സിലാവുന്നോ ടീച്ചർ പറയുന്നേ? പേജ് 33 എന്ന് പറഞ്ഞാൽ ടീച്ചർ എടുത്തിട്ടില്ല, 34 ആണ് ടീച്ചർ ഇന്ന് എടുത്തത്. 34 പേജ് നിങ്ങൾ വായിച്ച് അതിന്റെ ഓരോ ഭാഗങ്ങൾ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പേജ് 33 മനസ്സിലാവത്തുള്ളൂ. അതിൽ പറയുന്നത് റീപ്രൊഡക്ഷന്റെ പ്രോസസ്സിനെ കുറിച്ചാണ്. പക്ഷെ ആദ്യം നിങ്ങൾ ഓരോ ഭാഗങ്ങളിനെ കുറിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, സോ ടീച്ചർ ടോട്ട് യു ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്ലവറിനെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, അതിന്റെ ഓരോ ടേംസ് ആണ് നിങ്ങൾ വായിച്ചത്. അതുപോലെ തന്നെ അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, ഓൾ ഗുഡ്? സോ ആഷ് ഗോഡ് ആൻഡ് അരിക്കനട്ട് അല്ലേ? ആഷ് ഗോഡ് ആൻഡ് അരിക്കനട്ട്. ആഷ് ഗോഡ്. കുമ്പളങ്ങ. Ash god is kumbhlanga. See that? So kumbhlanga is called ash god. Okay. So that is. I know. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയാ പറയുന്നത്. അരക്കനട്ട്. I have to find the meaning. ടീച്ചറിനും ഇങ്ങനെ അതിന്റെ ആ ടെക്നിക്കൽ ടേം ഒന്നും അറിയത്തില്ല. അടയ്ക്കാൻ മരം.
ആദ്യം തന്നെ എനിക്ക് I think inside the beetle leaves, I think they use it for the park. Okay, you remember that? അത് ചവയ്ക്കത്തില്ലേ അതിന്റെ ഈ അരക്കനട്ട that so അതിന്റെ ആ ഫ്ലവേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. So what is ash god എല്ലാരും മനസ്സിലായല്ലോ അല്ലേ? ഇനി മമ്മിയോടൊക്കെ പറയണം എനിക്ക് ആഷ് ഗോഡിന്റെ തോരൻ ഒക്കെ തരാൻ പറയണം. ഓക്കെ, കുമ്പളങ്ങ തോരൻ give me ash god അതെനിക്ക് തോരൻ ഒക്കെ തരാൻ ഇഷ്ടമാണ് പറയണം. that's very nutritional കേട്ടോ, ഭയങ്കര ന്യൂട്രീഷണൽ ആണ്. Alright, so lovely talking to all of you. God bless you, and whatever doubts you have to message me. Okay, feel free to message me, and next time നാളെ ഇതേ സമയത്ത് നമുക്ക് reproduction നെ കുറിച്ച്. Alright, so revise till page 34.